മുഹമ്മദ് മാഷേ നമസ്കാരം. നമ്മൾ വെർച്വലായിട്ടായിരുന്നു കുറച്ചു കാലം ഇരുന്നത്. ഇപ്പം മാഷ് നേരിട്ടിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് എന്നതാണ്. അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് പുതിയ തമാശയല്ല. കേരളം ആ തമാശ കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇത് ഏറ്റവും വലിയ സങ്കടം ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ, അതിൻ്റെ പരിഷ്കാരങ്ങളിലൂടെ ലോകോത്തര മാതൃക സൃഷ്ടിച്ചൊരു സംസ്ഥാനമാണ് കേരളം. പണ്ട് തന്നെയും ആരോഗ്യരംഗത്ത് നമ്മൾ വരുത്തിയ വിപ്ലവം വളരെ വലുതാണ്. അക്ഷരാഭ്യാസത്തിൽ നമ്മൾ വരുത്തിയ വിപ്ലവം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ ഇപ്പോഴും ഒരു ഭരണാധികാരിക്ക് വിശ്വസിച്ച് തൻ്റെ ജീവനുമായി കടന്നു ചെല്ലാൻ പറ്റിയ ഒരു ആരോഗ്യ സ്ഥാപനം ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. പിന്നെ ഇവരാരോടാണ് ഈ ആരോഗ്യ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ഏറ്റവും ഉന്നതമായൊരു മെഡിക്കൽ കോളേജും പോരാ. ഇനി പോട്ടെ, സാധാരണ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെക്കാളും സൗകര്യമുള്ള ഒരുപാട് സ്വകാര്യ ആശുപത്രികളുണ്ടല്ലോ ഇവിടെ. അതൊന്നും പോരാ, അമേരിക്കയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ എൻ്റെ മക്കളെ ചേർക്കില്ല എന്ന നയം സ്വീകരിച്ച കുറേ അധ്യാപകരുണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് അപ്പവും ഈ അന്നവും എന്താ പറയുക, ഉപ്പും ചോറും അവരുടെ ഉപജീവനവും നടത്തുന്ന പൊതുവിദ്യാഭ്യാസത്തെ അവർക്ക് തന്നെ വിശ്വാസമില്ല എന്ന സന്ദേശമാണല്ലോ അത്. ഹോട്ടൽ നടത്തുന്ന ഹോട്ടൽ മുതലാളിമാർ അവരുടെ ഭക്ഷണം മാത്രം വീട്ടിൽ നിന്ന് ടിഫിനിൽ വരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അത്തരം ഹോട്ടൽ മുതലാളിമാരുടെ നിലപാടല്ലേ ഇത്? അതൊന്ന്. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇത് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിൻ്റെ നയം എന്താണ്? അടിസ്ഥാന സിദ്ധാന്തം സമത്വമാണ്. ആ സമത്വത്തിൻ്റെ അടിത്തറ എന്താ? ഈ നാട്ടിലെ ഏറ്റവും പട്ടിണിപ്പാവങ്ങളായ മനുഷ്യന്മാർക്ക് ലഭ്യമല്ലാത്ത സൗകര്യങ്ങളൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ട. അതല്ലേ വെക്കേണ്ടത്. അടിസ്ഥാന വർഗത്തിന് ലഭ്യമായ എന്താണ് ലളിത ജീവിതം എന്ന് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിത സങ്കല്പം എന്താ? ഈ നാട്ടിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നുവോ അങ്ങനെ ജീവിച്ച് മാതൃക കാണിക്കുക എന്നുള്ളതാണ് ലളിത ജീവിതം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ ബാധ്യസ്ഥനായ ഒരു മുഖ്യമന്ത്രി, ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ആരവങ്ങൾ കൊണ്ട് ശക്തിപ്പെട്ട ഒരു മൂവ്മെൻറ്റ്, അതിൻ്റെ നേതാവ്, ആ നേതാവിന് ഈ അടിസ്ഥാന വർഗത്തിന് കിട്ടുന്ന ചികിത്സ ഏത് കാലത്താണെന്നും കൂടി ആലോചിച്ച് നോക്കൂ. ഈ അടിസ്ഥാന വർഗം മൂത്ര ചികിത്സക്ക് ഒരു പക്ഷേ അതെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ അദ്ദേഹം അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് തമാശ. അത് തന്നെയാണ് ഏറ്റവും വലിയ തമാശ. അതല്ലേ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചിട്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഈ ജീവിത ശൈലി കൊണ്ടും നമ്മുടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടും മിക്കവാറും ഏറെക്കുറെ 4 പേരിൽ ഒരാളെങ്കിലും ഈ പറഞ്ഞ മൂത്രാശയ രോഗങ്ങളുള്ളവരാണ്. കിഡ്നി പേഷ്യൻസാണ്, യൂറോളജി പേഷ്യൻസാണ്. അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തൻ്റെ മുമ്പിൽ വന്നുപെട്ട പാവപ്പെട്ട മനുഷ്യരോട് നീതി കാണിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയായ ഒരു ഡോക്ടർ കണ്ണീരോടെ പൊട്ടിത്തെറിക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു കാരണവശാലും ഈ മുഖ്യമന്ത്രിക്കെതിരല്ല, ഈ ആരോഗ്യമന്ത്രിക്കെതിരല്ല, CPM-നും എതിരല്ല. ഇതൊക്കെ എൻ്റെ പാർട്ടിയാണ്, എനിക്ക് ഏറ്റവും എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ്, എൻ്റെ ഹൃദയപക്ഷത്തുള്ള മൂവ്മെൻ്റാണ്. പക്ഷേ അവർ ഭരിക്കുമ്പോൾ എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ പോലും ഇവിടുത്തെ ബ്യൂറോക്രസി കൊണ്ട് സാധാരണക്കാർക്ക് ആരോഗ്യ സംരക്ഷണം കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അത് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പോകുന്നത്. 1. 2, ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ, ബിന്ദു എന്നല്ലേ അവർ ശ്വാസം മുട്ടി മരിച്ചു. മനുഷ്യനത് കാണാൻ പോലും സമയത്തിന് അവർ അന്ത്യശ്വാസം വലിക്കുന്നത് കാണാൻ പോലും അവസരം ഉണ്ടായി. വീണ ജോർജ് അവിടെ ആരുമില്ല, ഉദ്യോഗസ്ഥന്റെ വാക്ക് കേട്ടിട്ട് അത് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം ചെയ്തു. ഒരുപക്ഷെ അവരുടെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. തീർച്ചയായിട്ടും. നമ്മുടെ ആരോഗ്യമന്ത്രി, അതുപോലെ VN വാസവൻ, മറ്റ് 2 മന്ത്രിമാർ ആവർത്തിച്ച് പറയുകയാണ്. നേരത്തെയൊക്കെ പാർട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടുത്ത രീതിയിലുള്ള നടപടികൾ എടുക്കുമായിരുന്നു. ഇപ്പതാ എല്ലാം കൊണ്ടും കവചം ഒരുക്കുകയാണ് വീണ ജോർജിന്. തീർച്ചയായിട്ടും. വീണ ജോർജ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ പാതകമാണ്. ഇപ്പം ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഐക്യ ജമാഅത്ത് പരിവാർ മുന്നണി എത്ര ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിച്ചാലും മലയാളികളുടെ മനസ്സിൽ കേരളത്തിലെ മികച്ച ആരോഗ്യ മന്ത്രിമാരിൽ ഒരാളായി സഖാബ് വീണ ജോർജിന് ഒരു സ്ഥാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്.
ഐക്യ ജമാഅത്ത് പരിവാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഗീയതയെ ചൂണ്ടിക്കാണിച്ചിട്ടാണത്. അതായത് വർഗീയത മുന്നണികൾ ഇപ്പം സർക്കാരിനെ അറ്റാക്ക് ചെയ്യാണെന്നാണ്. ആരെ വാഴ്ത്താനാണത് എഴുതിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. വീണ ജോർജിനെ വാഴ്ത്താനാണ്. വീണ ജോർജിൻ്റെ രാഷ്ട്രീയ പിൻബലം എന്താ? ബിനീഷ് കോടിയേരി പഠിക്കുന്ന കാലത്ത് SFI ആണെന്നെങ്കിലും കരുതാം. വീണ ജോർജ് ഏത് കാലത്താണ് SFIയിൽ ഒരു ദിവസം പാരമ്പര്യമുണ്ടോ? വീണ ജോർജിന് ഏതെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ടോ? രാഷ്ട്രീയ പാരമ്പര്യമുണ്ടോ? വീണ ജോർജിൻ്റെ രാഷ്ട്രീയ ബലം എന്താ? സഭയുടെ നോമിനിയാണ്. സഭയുടെ നോമിനികൾ ഒരു കാലത്ത് ഇടതുപക്ഷത്ത് വന്നിരുന്നില്ല. നോമിനികൾ പോയിരുന്നൊക്കെ UDFിലേക്കാണ്. അത് മാറിയിട്ട് ആരാ മാറിയത്? ഇടതുപക്ഷമാണ് മാറിയത്. സഭയുടെ നോമിനിയെ MLA ആക്കാനും മന്ത്രിയാക്കാനും തുടങ്ങി ഇടതുപക്ഷം. അത് ഈ ബിനീഷ് എന്താണ് കാണാത്തത്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൂട്ടത്തിലുണ്ടല്ലോ, എന്താണ് ജമാഅത്ത് പരിവാർ മുന്നണി എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ പെടുക്കേണ്ട ഒരു പേരല്ലേ സഭ എന്നുകൂടി ചേർക്കണ്ടേ? അങ്ങനെ ചേർക്കുമ്പോൾ ഇദ്ദേഹത്തെ എവിടെ നിർത്തും? ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമപ്രവർത്തക എന്നല്ലാതെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ഒരു കണക്കിൽ എവിടെയെങ്കിലും നമ്മൾ വീണ ജോർജിനെ കണ്ടിട്ടുണ്ടോ? അവരുണ്ടോ? അവരുടെ കുടുംബമുണ്ടോ? അച്ഛനുണ്ടോ? എവിടെയെങ്കിലും ആരും കണ്ടിട്ടില്ലല്ലോ. ഇല്ല. മാത്രമല്ല അവർക്ക് എന്താണ് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളത്? ഉണ്ടോ? ഇല്ല. മാധ്യമപ്രവർത്തകയായിരുന്നു എന്നുള്ളത് ശരിയാണ്. പാരമ്പര്യമുള്ളത് അതൊന്നുമല്ല. കേരളത്തിലെ ഒരു വോട്ട് ബാങ്കാണ് അവരുടെ സഭ. ആ സഭ കൊടുത്തതിൻ്റെ പണി. ഇനി ഇദ്ദേഹത്തിൻ്റെ ബാക്കി പണി എന്താണ്? അവരും ഭർത്താവും കൂടിയിട്ട് ചെയ്തു കൂട്ടുന്ന കയ്യേറ്റത്തിൻ്റെ, പൊതുസ്ഥലം കയ്യേറ്റത്തിൻ്റെ, പൊതുവഴി കയ്യേറിയതിൻ്റെ എന്തെല്ലാം കേസുകളാണ് അവരുടെ പേരിൽ വന്നത്. എന്നിട്ട് അവർ യാതൊരു നാണവും ഇല്ലാതെ അവർ ഇന്നലെ വരെ മീഡിയ പ്രവർത്തകയായിരുന്നു, മാധ്യമപ്രവർത്തകയായിരുന്നല്ലോ. മാധ്യമങ്ങളോട് ജനങ്ങൾ വിളിച്ചു പറയുകയാണ് അവിടുന്ന് ആരെയും മാറ്റിയിട്ടില്ല, രോഗികളുണ്ടായിരുന്നു അതിനകത്തുനിന്ന്. ആ രോഗികളുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. അതിൻ്റെ ഉള്ളിൽ പെട്ടാണ് ഒരു പാവപ്പെട്ട രോഗിയുടെ കൂട്ടിരിപ്പിന് ചെന്ന, മോൻ്റെ കൂട്ടിരിപ്പിന് ചെന്ന അമ്മ മരിച്ചു പോയത് എന്ന് വിളിച്ചു പറയുമ്പോൾ ഇവർ പറയാണ് ഇല്ല, അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും. അതായത് അടിമകൾക്ക് മെഡിക്കൽ കോളേജ്, തമ്പുരാന് അമേരിക്ക, ഇതാണ് സമീപനം. അതാണ് എന്ന് വേണമല്ലോ കരുതാൻ. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കേരളത്തിൻ്റെ ഈ ചൊൽക്കൊണ്ട ആരോഗ്യ പാരമ്പര്യമുള്ള ഒക്കെയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് എന്ത് ചികിത്സ അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം ഒളിച്ചു വെക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി ഒളിച്ചു വെക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് എന്താണ് അസുഖം? ആ അസുഖത്തിന് കേരളത്തിൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമല്ലെന്നുണ്ടോ? അതുണ്ടെങ്കിൽ ന്യായീകരിക്കാം, മനസ്സിലാക്കാം. അത് പറയണ്ടേ? അത് മറച്ചു വെക്കുകയും ചെയ്യും. എന്താണ് പിണറായി വിജയൻ്റെ രോഗം? ആ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രമാണോ ആ അസുഖമുള്ളത്? കേരളത്തിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ അസുഖം വരില്ലേ? ചില പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ അസുഖമാണ് എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് വലിയ പാതകമല്ലേ? അദ്ദേഹത്തിൻ്റെ അസുഖം പോലും നാട്ടുകാരോട് പറഞ്ഞുകൂടാ എന്നാണെങ്കിൽ സ്വകാര്യമാക്കി വെക്കേണ്ട എന്ത് അസുഖമായാലും ആരോഗ്യ പ്രശ്നമല്ലേ? അതെന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇപ്പോൾ നമ്മുടെ പലരുടെയും അസുഖങ്ങൾ എന്താണ് ഇപ്പോൾ സ്വകാര്യമായി പണ്ട് മനുഷ്യൻ മറച്ചു വെച്ചിരുന്ന രോഗം എയ്ഡ്സാണ്. അതുപോലും ഇപ്പോൾ ആളുകൾ പച്ചക്ക് പറയാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുമെന്ന് പറയാം. എയ്ഡ്സ് രോഗികൾക്ക് നമ്മൾ ഫലപ്രദമായ പല പദ്ധതികൾ നടപ്പാക്കിയില്ലേ? ഞാൻ പറയുന്നത് എന്താണ്, അതൊന്നും ആവാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ്റെ അസുഖം അതാവാൻ സാധ്യത എന്തായിരുന്നാലും എന്തിനാണ് അദ്ദേഹം ഒളിച്ചു വെക്കുന്നത്? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ് എന്ന് മാത്രമല്ല പരിഹാസ്യവുമാണ് എന്ന് പറയാതെ വയ്യ. കാരണം അദ്ദേഹത്തിന് ഇനി പോട്ടെ, ഇനി കേരളത്തിൽ ചികിത്സ കുറവാണെന്ന് വെച്ചോളൂ. സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ AIIMS ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് AIIMS ഉള്ള പല സൗകര്യങ്ങളും ഇവിടെ ശ്രീചിത്രയിലുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട് പല സൗകര്യങ്ങളും. ഏതാണ് ലഭ്യമല്ലാത്തത്? ക്യാൻസറാണോ? അങ്ങനെയാണെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചികിത്സാലയം കോഴിക്കോട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായിരുന്ന MBRൻ്റെ സ്മാരകമായിട്ടുണ്ടായി വന്ന ഒന്നാണ്. മികച്ച ഹോസ്പിറ്റലാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള. പിന്നെ അദ്ദേഹം തന്നെ സ്ഥാപിച്ച മലബാർ ക്യാൻസർ സെൻറ്റർ കണ്ണൂർ, തലശ്ശേരി തന്നെയുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് അസുഖം? അമേരിക്കയിൽ മാത്രം ലഭ്യമായൊരു ചികിത്സയുണ്ടോ? പുതിയ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പിണറായി വിജയൻ കടന്നു കളഞ്ഞിരിക്കുന്നു. അതെ, ഈ സമയത്ത് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പ്രമുഖരായ ആളുകൾക്ക് അസുഖം വരുമ്പോൾ അതിനെക്കുറിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാറുണ്ട്. അത് ഇപ്പോൾ VSൻ്റെ ചികിത്സക്ക് മാത്രമല്ല. പിണറായി ഈ സമയത്ത് VS ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഇത് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്.
അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി തീർത്ത പാർട്ടി, ആ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ VS അച്യുതാനന്ദനാണ്. അദ്ദേഹം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോൾ പിണറായി വിജയന് ചികിത്സക്ക് പോയേ തീരൂ അമേരിക്കയ്ക്ക്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ പാർട്ടിക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതായത് നമ്മൾ അസൂയപ്പെടുകയാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനം കണ്ടിട്ട് എന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ വലിയ ടെക്നോളജികൾ, ലോകത്ത് തന്നെയുള്ള പല ടെക്നോളജികൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അദ്ദേഹം തന്നെയാണ് ഇപ്പം നിഷേധിക്കുകയാണ്. ഇവരുടെയൊക്കെ തന്നെ അവകാശവാദങ്ങളെ നിഷേധിക്കുകയാണ്. കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു ഇമേജ് ഉണ്ടല്ലോ ആരോഗ്യരംഗത്ത്, അതിനെ മുഴുവൻ നിഷേധിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ ശക്തിയെക്കുറിച്ച്, നമ്മുടെ നേട്ടത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യരംഗത്തെ വമ്പിച്ച പുരോഗതിയെക്കുറിച്ചൊക്കെ പാടിക്കൊണ്ടിരുന്ന ആത്മരതികളുണ്ടല്ലോ, വലിയ വാഴ്ത്തുകളുണ്ടല്ലോ, അത് മുഴുവൻ നിഷേധിക്കാൻ ഈ ഒരു വാർത്ത പോരെ ഈ സമയത്ത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് ഒരു മെഡിക്കൽ അടിയന്തരമായി കേരളത്തിൻ്റെ PRD, ഇദ്ദേഹത്തിന് വേണ്ടാത്തതിനൊക്കെ PRD വകുപ്പുണ്ടല്ലോ, PR വകുപ്പുണ്ടല്ലോ, എന്നാൽ കേരളത്തിൻ്റെ PRD ഒരു ബുള്ളറ്റിൻ പുറത്തിറക്കണം അടിയന്തരമായി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സ്വയം ചികിത്സ തേടിയിട്ട് പോകേണ്ടി വന്നു, അമേരിക്കയിൽ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ മാത്രമുള്ള ഒരു ചികിത്സ ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത, അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതാണല്ലോ ആദ്യം ഉണ്ടാക്കേണ്ടത്. പിണറായി വിജയന് എയ്ഡ്സ് ആണോ എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് പുറത്ത് പറയാത്തതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ സത്യസന്ധമായി അസുഖം എന്താണ് എന്ന് പുറത്തു വിടാൻ വലിയ വെല്ലുവിളിയാണത്. പാർട്ടി തയ്യാറാവണം, ഗവൺമെൻറ് തയ്യാറാവണം, ഗവൺമെൻറ്റിൻ്റെ PR വകുപ്പ് തയ്യാറാവണം. ജനങ്ങൾക്ക് അവകാശമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖമെന്നറിയാനുള്ള ആകാംക്ഷയില്ലേ? അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കാത്തിരിക്കണ്ടല്ലോ. അമേരിക്കയിൽ പോകാൻ സൗകര്യമില്ലാത്തവന് പിന്നെ മരിക്കാൻ തീരുമാനിക്കാം, അതല്ലേ വഴിയുള്ളൂ. അങ്ങനെ ഒരു അസുഖമുണ്ടോ ഇപ്പോൾ ഭൂമിയിൽ? ഏത് അസുഖമാണത്? കോവിഡിന് പോലും നമ്മൾ അസുഖത്തിന് മുമ്പേ വാക്സിൻ കണ്ടുപിടിച്ചു. മാരകമായ പുതിയ അസുഖങ്ങൾക്ക് പോലും നമ്മൾ മരുന്ന് കണ്ടെത്തുന്നു. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് പറ്റുന്നില്ല? വലിയ ചോദ്യമാണത്. എന്തായാലും കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കിടക്കുമ്പം പിണറായി വിജയൻ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് കടന്നിരിക്കുകയാണ്. ചൈനയിലേക്കൊന്നുമല്ല, അമേരിക്കയിലേക്ക്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഗുരുതരമായ ജനകീയ പ്രതിഷേധത്തിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ ആണോ ഇങ്ങനെ ഒരു യാത്ര? അങ്ങനെ എനിക്ക് തോന്നുന്നു. അദ്ദേഹം മയോ ക്ലിനിക്കും ചികിത്സയും ഒക്കെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ VSൻ്റെ ഈ അവസ്ഥയിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ തന്ത്രം അദ്ദേഹം സ്വീകരിക്കുമോ, ഒളിച്ചോടിയതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പോക്ക് ദുരൂഹമാണ്. അതിന് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഗവൺമെൻറ്റും ഇടതുപക്ഷവും ബാധ്യസ്ഥരാണ്.